നമസ്കാരം. ബിഗ് ബോസ് താരം അഖിൽ മാരാര് 2020 വിട്ടിരിക്കുന്നു. വിട്ട ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അപ്പൊ നമുക്കൊന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ആദ്യം തന്നെ അഖിൽ മാരാർ എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. പാർട്ടിയിൽ പ്രവർത്തന സ്വാതന്ത്ര്യമില്ല. അതുപോലെ തന്നെ 2020 പാർട്ടി അധ്യക്ഷൻ സാബു എം ജേക്കബ് തിരഞ്ഞെടുപ്പിന് ശേഷം ഫോൺ വിളിച്ചാൽ പോലും എടുക്കുന്നില്ല എന്ന് പറയുന്നു. കൊട്ടാരക്കര സീറ്റ് ഉറപ്പു നൽകി തന്നെ 2020 എത്തിച്ചു, പിന്നീട് തുപ്പോണത്ത് തരാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചു എന്നാണ് പറയുന്നത്. 2020 സാബുവിന്റെ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടിയാണ് ഈ പാർട്ടി തുടങ്ങിയിട്ടുള്ളത് എന്ന കാര്യം കൂടി ഈ അഖിൽ മാരാർ പറയുന്നുണ്ട്. സത്യത്തിൽ ചിരിയാണ് വരുന്നത്, പൊട്ടിച്ചിരി കേട്ടോ. ഈ അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തിയുടെ ക്വാളിറ്റി എത്രത്തോളം ആണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു അവസരവാദിയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അഖിൽ മാരാര് ഈ മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളും അയാളുടെ നിലപാടുകളും ഒക്കെ എടുത്തു നോക്കുമ്പോൾ ഒരു നിലവാരവും ഇല്ലാത്ത ആളാണ് അഖിൽ മാരാർ എന്ന് അറിയാം. ഇനി സാബു ജേക്കബ് ആരാണ്, സാബു ജേക്കബിന്റെ 2020 എന്താണ് എന്നൊക്കെ ഇതിനു മുമ്പ് 2020 വിട്ട പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഒരുപക്ഷെ എന്റെ ചാനലിലൂടെ തന്നെ ആകും നിങ്ങൾ 2020 തട്ടിപ്പുകൾ കൂടുതലും കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ഒക്കെ. അതായത് ഈ പാർട്ടി സാബു ജേക്കബ് എന്ന് പറയുന്ന ആ 2020 സ്ഥാപകന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പാർട്ടിയാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇയാൾ എന്തു പറഞ്ഞാണ് വോട്ട് മേടിക്കുന്നത്? കിഴക്കമ്പലം എന്ന് പറയുന്ന ഞങ്ങൾക്ക് ഒരു പഞ്ചായത്തുണ്ട്. ഈ പഞ്ചായത്ത് സിംഗപ്പൂർ മോഡലാണ് എന്ന് പറഞ്ഞാണല്ലോ സാബു ജേക്കബ് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും പറ്റിച്ചത്. സത്യത്തിൽ അതൊരു സിംഗപ്പൂർ മോഡലാണോ? അല്ലേ അല്ല. എന്റെ പഞ്ചായത്താണ് ഈ കേരളത്തിലെ ഏറ്റവും മികച്ച പഞ്ചായത്ത് എന്നാണല്ലോ സാബു ജേക്കബ് 24 മണിക്കൂറും മാധ്യമങ്ങളിലൂടെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ കേരളത്തിലെ പോട്ടെ എറണാകുളം ജില്ലയിലെ ഏറ്റവും മികച്ച പഞ്ചായത്തായിട്ട് പോലും കിഴക്കമ്പലം പഞ്ചായത്തിനെ തെരഞ്ഞെടുക്കാതിരുന്നത്? ഞങ്ങളുടെ ഈ പഞ്ചായത്തിൽ കോടികളുടെ നീക്കിയിരിപ്പുണ്ട് എന്നായിരുന്നല്ലോ സാബുവിന്റെ മറ്റൊരു നുണ. അവസാനം ആ പഞ്ചായത്തിലെ സെക്രട്ടറി എന്താണ് പറഞ്ഞത്? ഇത് കോടികളുടെ നീക്കിയിരിപ്പൊന്നുമല്ല, ഇത് ലാഭമൊന്നുമല്ല, നഷ്ടമാണ്. ഈ തുക ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി കൊടുത്തതാണ്, അത് വിനിയോഗിച്ചിട്ടില്ല എന്ന് പറയുന്ന കാഴ്ചയുണ്ടായി. അപ്പൊ ഈ കോടികളുടെ ലാഭം എന്ന് പറയുന്നതും വെറും നുണയാണ് എന്നുള്ള കാര്യം മനസ്സിലായി. സമൂഹ മാധ്യമങ്ങളിലൂടെ എങ്ങനെ ജനങ്ങളെ പറ്റിച്ച്, എങ്ങനെ ഒരു പാർട്ടി രൂപീകരിച്ച്, എങ്ങനെ അധികാര കസേരകളിൽ എത്താമെന്ന് നല്ല രീതിയിൽ തന്നെ പഠനം നടത്തി അത് ഒരു പരിധി വരെ വിജയിപ്പിച്ച ഒരു വ്യക്തിയാണ് കേട്ടോ സാബു ജേക്കബ്. പക്ഷെ എന്ത് പറയാനാണ്, പഴനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നൊക്കെ പറയുന്നത് പോലെ പാർട്ടി അവസാനം നിലംപരിശായി പോകുന്ന കാഴ്ചയുണ്ടായി. ഇതൊക്കെ തട്ടിപ്പാണെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത് മുഴുവൻ അത് നുണയാണെന്നും ഒക്കെ ജനങ്ങൾ പതിയെ പതിയെ മനസ്സിലാക്കി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അഖിൽ മാരാർ നടത്തിയിട്ടുള്ള പ്രതികരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് അഖിലിന്റെ മാത്രം പ്രതികരണമല്ല, ഇതിനു മുമ്പ് ഈ പാർട്ടി വിട്ടിട്ടുള്ള എല്ലാവരുടെയും പ്രതികരണമാണ്. ഈ പാർട്ടി വിടുന്ന ആളുകൾ എങ്ങനെയാണ് ഇയാൾ ആക്രമിക്കുന്നത്? ഏത് ഒന്നും കിട്ടിയില്ല, ഒന്നും കിട്ടാതായി കഴിഞ്ഞപ്പോഴത്തേക്കും പോയതാണ് എന്ന രീതിയിലാണ് പറയുന്നത്. ഒരു സൈബർ സംഘത്തെ വെച്ചുകൊണ്ട് ഈ സാബു ജേക്കബിന്റെ സംഘം കുറച്ച് നാടുകളായിട്ട് ഇയാളെ വിമർശിക്കുന്ന അല്ലെങ്കിൽ ഇയാളുടെ ഈ പാർട്ടിയുടെ തട്ടിപ്പുകൾ പുറത്തുവിടുന്ന ആളുകളെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ നേരത്തെ മുതൽ പറഞ്ഞത് സത്യമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇതൊരു തട്ടിപ്പ് പാർട്ടിയാണെന്നും അയാളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അത് ഇവിടെ BJP വളർത്താൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയമായിരുന്നു എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. ഞാൻ നേരത്തെ മുതൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഇയാൾ ഒരു BJP ഏജന്റ് ആണ്. ഇയാളുടെ രാഷ്ട്രീയം BJP രാഷ്ട്രീയമാണ്. ഇടത്തോട്ടുമില്ല വലത്തോട്ടുമില്ല എന്ന് പറഞ്ഞ് സാബു ജേക്കബ് നിയമസഭയെ നേരിട്ടപ്പോൾ ശരിയാണ്, ഇടത്തോട്ടുമില്ല വലത്തോട്ടുമില്ല, ഈ പോക്ക് ഇങ്ങോട്ടേക്കാണെന്ന് നമ്മൾ പറഞ്ഞതാണ്, ഇന്ത്യയിലേക്കാണെന്ന് നമ്മൾ പറഞ്ഞതാണ്. അവസാനം എന്ത് സംഭവിച്ചു? അത് നമ്മൾ വലിയ രീതിയിൽ തന്നെ സൈബർ ആക്രമണമൊക്കെ നടത്തി. നീ മറ്റേ കമ്മിയാണ്, നീ മറ്റേ കൊങ്ങിയാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ സൈബർ സംഘങ്ങൾ രംഗത്തേക്ക് വന്നു. ഇപ്പൊ എന്ത് സംഭവിച്ചു? സാബു ജേക്കബ് NDA മുന്നണിയുടെ ഭാഗമായി അല്ലെ? ഈ തെരഞ്ഞെടുപ്പ് 20 ഇടങ്ങളിൽ സാബു ജേക്കബ് സ്ഥാനാർത്ഥിയെ നിർത്തി. ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ നല്ല രീതിയിൽ വോട്ടെങ്കിലും പിടിച്ചോ? ഇല്ല. BJPക്കുള്ള വോട്ട് കൂടി പോയി എന്നുള്ളതാണ്. നിങ്ങൾ എഴുതി വെച്ചോ, അധികം വൈകാതെ സാബു ജേക്കബിനെയും ഈ NDA മുന്നണി ചവിട്ടി പുറത്താക്കും. അതിലൊരു തർക്കവുമില്ല. കാരണം സാബു ജേക്കബ് മൂലം BJPക്ക് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള നഷ്ടം വലുതാണ്. അതാണ് വസ്തുത എന്ന് പറയുന്നത്. സാബു ജേക്കബ് മുൻകാലങ്ങളിൽ ഈ പറയുന്നത് പോലെ രാഷ്ട്രീയക്കാർ മുഴുവൻ അഴിമതിക്കാരാണെന്ന് പറഞ്ഞു നടന്ന ആളാണ് അല്ലെ? അന്നും ഇവിടെ പല ആളുകളും ഈ അരാഷ്ട്രീയവാദികളൊക്കെ സാബുവിന്റെ പടം പൊക്കി പിടിച്ച് നമ്മളോടൊക്കെ പറയും, അതെ സാബു സാറ് അങ്ങനെ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയിലേക്കും പോകില്ല എന്ന് പറയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിന്റെ ഉദ്ഘാടനം വരുന്നത്. ഞാൻ നോക്കുമ്പോൾ നിതിൻ ഗഡ്കരി, അതുപോലെ തന്നെ കുമ്മനം രാജശേഖരൻ, അങ്ങനെ BJPയുടെ എല്ലാ നേതാക്കളും ഈ പരിപാടിയിലുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഈ ഇടത്തോട്ടും ഇല്ല വലത്തോട്ടും ഇല്ല എന്ന് പറയുന്നു,
രാഷ്ട്രീയക്കാർ മുഴുവൻ കള്ളന്മാരും കൊള്ളക്കാരാണെന്ന് പറയുന്നു. പിന്നെ എന്താണ് ഇവരൊക്കെ ഇവിടെ എന്ന് ചിന്തിച്ചു. പിന്നെ പൊതുവെ ഇദ്ദേഹത്തിന്റെ പോക്ക് കണ്ടപ്പോഴും ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം കണ്ടപ്പോഴും വിലയിരുത്തിയപ്പോഴും എനിക്ക് മനസ്സിലായി ഈ പോക്ക് അങ്ങോട്ടേക്കാണെന്ന്. ഇനി അഖിൽമാരാര് സത്യം പറഞ്ഞ ആര് സീറ്റ് കൊടുത്താലും മൂപ്പര് പോയി മത്സരിക്കും. നമുക്കറിയാലോ ഈ അഖിൽമാരാറിന് കിട്ടിയ പണിയാണ് 8ന്റെ പണി എന്ന് പറയുന്നത്. അഖിൽമാരാർ കുറെ നാള് ഈ പിണറായി വിജയനെതിരെ സംസാരിച്ചുകൊണ്ട് കിടന്നു. ഈ നെഗറ്റീവായിട്ട് സംസാരിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കി അതിലൂടെ ഒന്ന് എന്താ പറയാ ഞാനിവിടെയൊക്കെ ഉണ്ട്, ഇങ്ങനെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന ഒരാളാണ് അഖിൽമാരാർ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോ മൂപ്പര് പിണറായി വിജയനെതിരെ ഇങ്ങനെ നിരന്തരം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കലായിരുന്നു പരിപാടി. പിണറായി വിജയനെതിരെ ആ കാലഘട്ടത്തിൽ ആരെന്ത് പറഞ്ഞാലും ഈ കോൺഗ്രസ്സുകാർ കൊണ്ട് ഒന്നും നോക്കൂല, പ്രചരിപ്പിക്കും. അങ്ങനെ ഇവരിത് പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോ ഈ അഖിൽമാരാർ വിചാരിച്ചു ഇവരുടെ മുഴുവൻ പിന്തുണ ഞമ്മക്ക് കിട്ടും എന്ന് വിചാരിച്ചു. അങ്ങനെ അഖിൽമാരാര് എന്ത് ചെയ്തു? അഖിൽമാരാർ ഈ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പമുള്ള ഈ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾക്കൊപ്പമുള്ള ചിത്രങ്ങളൊക്കെ എടുത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ നിരന്തരം ഇടാൻ തുടങ്ങി. അപ്പൊ ഇതിനടിയിൽ ഒരു അടിപൊളി സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് കമന്റ് വരുമല്ലോ. അങ്ങനെ കുറെ കമന്റുകളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ അഖിൽമാരാറിന് ഒരു സീറ്റ് കോൺഗ്രസ് കൊടുക്കും, UDF കൊടുക്കും എന്നുള്ള വാർത്തയും പല മാധ്യമങ്ങളിലൊക്കെ വന്നു കേട്ടോ. വന്നതാണോ അത് വരുത്തിച്ചതാണോ എന്താ കേട്ടെ. പക്ഷെ കോൺഗ്രസ്സുകാർക്ക് ഇവരെ നന്നായിട്ട് മനസ്സിലായി എന്നുള്ളതാണ്. കോൺഗ്രസ്സുകാർ സീറ്റ് കൊടുത്തില്ല. സീറ്റ് കിട്ടാതായതോടെ മൂട്ടി തീ പിടിച്ചുകൊണ്ട് നടന്ന നമ്മുടെ അഖിൽമാരാറിന് അവസാനം BJP അതായത് NDA 2020 ഒരിടം കൊടുത്തു. എത്ര പെട്ടെന്നാണ് നിലപാട് മാറിയത്. സംഘങ്ങളെയും സംഘപരിവാറിനെയും ഒക്കെ ചീത്ത വിളിച്ചു നടന്ന നമ്മുടെ അഖിൽമാരാർ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ പഴയ BJP-കാരനാ അറിയാവോ എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വരുന്നു. ഇതുവരെ കാട്ടാത്ത സംഘപരിവാർ സ്നേഹം കാട്ടി തുടങ്ങുന്നു. അങ്ങനെ നല്ല ലക്ഷണമൊത്ത സംഖ്യയായി അവസാനം അഖിൽമാരാർ മാറി. എല്ലാവരും ഇങ്ങനെ അതിശയത്തോടെ നോക്കി. പക്ഷെ നമ്മളൊന്നും ഒട്ടും അതിശയത്തോടെ നോക്കിയില്ല. കാരണം മൂപ്പരുടെയും രാഷ്ട്രീയം എന്തായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സാധനം ചവിട്ടിയവർ പിന്നീട് ഏത് പാർട്ടിയിലേക്ക് പോയാലും ആ സാധനം ചവിട്ടിയവരുടെ ഉള്ളിൽ അതുണ്ടാകും എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അതിൽ നിന്ന് പോന്നിട്ടുള്ള പല ആളുകളും പല പാർട്ടിയിലൊക്കെ ഉണ്ട്, പല MLA-മാരൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. പൊതുവെ ആ MLA സ്ഥാനം ഇല്ലാതാകട്ടെ, അല്ലെങ്കിൽ ഇവർക്ക് കൊടുത്തിട്ടുള്ള പിന്തുണയും അധികാരങ്ങളും ഇല്ലാതാകട്ടെ. അപ്പോൾ കാണാം അവരുടെയൊക്കെ അകത്ത് കിടക്കുന്ന യഥാർത്ഥ സ്വഭാവം എന്നുള്ളതാണ്. എന്തായാലും അഖിൽമാരാർ എന്ന് പറയുന്ന ഇയാളുടെ ഈ രാജിവെപ്പ് വലിയ അതിശയമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ 2020 എന്ന് പറയുന്ന പാർട്ടി പോലും ഇവിടെ ഇല്ലാതാകും എന്നുള്ളതാണ്. സാബു എം ജേക്കബ് എന്ന് പറയുന്ന ആള് പെട്ടെന്നൊരു ദിവസം BJP-ക്ക് സ്വന്തം പാർട്ടിയെ പിടിച്ചു കൊടുത്തൊരു മനുഷ്യനാണ്. പുള്ളിക്ക് ആരോടൊരു പ്രതിബദ്ധതയില്ല. പുള്ളിയോട് മാത്രമേ പ്രതിബദ്ധതയുള്ളൂ. ഇപ്പോഴും പുള്ളിനെ താങ്ങി കിടക്കുന്ന അടിമകൾക്ക് ഇത് മനസ്സിലായിട്ടില്ല എന്നുള്ളേ ഉള്ളൂ എന്നാണ് പറയാനുള്ളൂ. അത് ഇതുപോലുള്ള ചില അടിമകൾക്ക് മനസ്സിലായപ്പോൾ അവർ പതിയെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇനിയിപ്പോ എങ്ങോട്ടേക്കാണോ എന്തോ. ഈ CJP സമരമൊക്കെ കണ്ടിട്ടാണ് ഇനി അവിടെ കയറി പറ്റാവുന്നൊക്കെ ഓർത്താണ് പോകുന്നതെങ്കിൽ ആ പോക്ക് വെറുതെ ആയിരിക്കും കേട്ടോ. അഖിൽമാരാരെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.